എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപാട് പഴക്കമുള്ള ഒരു കഥയാണ്. പുരാതന മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് വരുന്ന അഹികാരന്റെ കഥ. കേൾക്കുമ്പോൾ വെറുമൊരു പഴയ കഥയാണെന്ന് തോന്നാമെങ്കിലും ഇതിൽ നിറയെ ജ്ഞാനമുണ്ട്, വഞ്ചനയുണ്ട്, അവസാനം നീതിയും. എത്രയോ കാലം കഴിഞ്ഞിട്ടും ഇന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ഇതിഹാസമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, അദ്ദേഹം സ്വന്തം ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ ചതിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈയൊരു ചോദ്യത്തിലാണ് അഹികാരന്റെ കഥയുടെ ആത്മാവ് കിടക്കുന്നത്. അസീരിയയിലെ ഏറ്റവും വലിയ ബുദ്ധിമാന ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം എന്തായിരുന്നു? അതിൽ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെട്ടു? നമുക്ക് നോക്കാം. ഒരു ജ്ഞാനിയുടെ ദുഃഖം, പിൻഗാമിയില്ലാത്ത പ്രധാനമന്ത്രി. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാനായകൻ അഹികാർ. അസീറിയയിലെ സേനാട്രിബ് രാജാവിന്റെ പ്രധാനമന്ത്രിയാണ്. വെറുമൊരു പ്രധാനമന്ത്രിയല്ല, വളരെ ശക്തൻ, അതിലുപരി ജ്ഞാനി. അദ്ദേഹത്തിന് അധികാരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീരാത്തൊരു സങ്കടമുണ്ടായിരുന്നു. എന്താണെന്നല്ലേ? 60 ഭാര്യമാരുണ്ടായിട്ടും ഒരു കുഞ്ഞുപോലുമില്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു, ബലികൾ അർപ്പിച്ചു, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദൈവീകമായ വെളിപാടുണ്ടാകുന്നത്. നിന്റെ സഹോദരിയുടെ മകനായ നാദാനെ ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തുക. അതോടെ അഹികാരിന്റെ ജീവിതം മാറുകയായിരുന്നു. അദ്ദേഹം തന്റെ അനന്തരവൻ നാദാനെ ദത്തെടുത്തു. വെറുതെ ദത്തെടുക്കുക മാത്രമല്ല, തനിക്ക് കിട്ടാതെ പോയ മകനോടുള്ള സ്നേഹം മുഴുവൻ അവന് നൽകി. എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി വളർത്തി തന്റെ സ്വത്തുക്കൾക്കെല്ലാം അവനെ ഏക അവകാശിയാക്കുകയും ചെയ്തു. അഹികാരന്റെ ജ്ഞാനവചനങ്ങൾ, ഒരു ഭാവി നേതാവിനുള്ള പാഠങ്ങൾ. അപ്പോ അഹികാർ നാദാനെ വളർത്തിയത് വെറുമൊരു മകനായിട്ടല്ല, മറിച്ച് തന്റെ പിൻഗാമിയായി, ഒരു രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്തു ചെയ്തു? തന്റെ ജീവിതം കൊണ്ട് പഠിച്ച പാഠങ്ങളെല്ലാം, ആ വലിയ ജ്ഞാനമെല്ലാം നല്ല കിടിലൻ ഉപമകളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയും അവന് പകർന്നുകൊടുത്തു. ഇതാ അതിലൊരു ഉദാഹരണം. എന്റെ മകനെ, നീ ബദാം മരം പോലെ ആകരുത്. കാരണം അതാണ് എല്ലാ മരങ്ങൾക്കും മുൻപ് ഇലയിടുന്നത്. പക്ഷേ പഴം തരുന്നത് എല്ലാവർക്കും ശേഷമാണ്. പകരം നീ മൽബറി മരം പോലെ ആകണം. അത് ആദ്യം പഴങ്ങൾ തരുന്നു, അതിനുശേഷമാണ് ഇലകൾ വരുന്നത്. എന്തൊരു സിമ്പിൾ പക്ഷേ പവർഫുള്ളായ ഉപദേശമാണിത്, അല്ലേ? വെറും ഷോ കാണിക്കാതെ ആദ്യം പ്രവർത്തിച്ച് ഫലം കാണിക്കുക, എന്നിട്ട് മതി പ്രശസ്തിയും പുകഴ്ത്തലുമൊക്കെ. ഒരു നേതാവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതുതന്നെയാണ്. ഈ താരതമ്യം നോക്കുമ്പോൾ സംഭവം കൂടുതൽ വ്യക്തമാകും. ബദാം മരം ആദ്യം ഇലകൾ തരുന്നു, അതായത് ആദ്യം വാഗ്ദാനങ്ങൾ. പഴം, അതായത് ഫലം, വരുന്നത് ഏറ്റവും അവസാനമാണ്. എന്നാൽ മൾബറി മരമോ? അത് ആദ്യം പഴം തരുന്നു, അതായത് പ്രവർത്തിച്ചു കാണിക്കുന്നു. അതിനുശേഷമാണ് ഇലകൾ, അതായത് പ്രശസ്തി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭരണാധികാരിയുടെ വിലയിടേണ്ടത് അയാളുടെ വാക്കുകൾ കേട്ടല്ല, പ്രവൃത്തികൾ കണ്ടിട്ടാണ്. ഇതായിരുന്നു അഹികാർ നാദാനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി അടുത്ത ഉപദേശം കേൾക്കൂ. എന്റെ മകനെ, ഒരാൾ കാലുകൊണ്ട് ഇടറി വീഴുന്നതാണ് നാവുകൊണ്ട് ഇടറി വീഴുന്നതിനേക്കാൾ നല്ലത്. ഇതും വളരെ ആഴത്തിലുള്ളൊരു പാഠമാണ്, അല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ കാലൊന്ന് തട്ടി വീണാൽ മുറിവൊക്കെ ശരിയാകും. എന്നാൽ നാവൊന്ന് പിഴച്ചാൽ, അതായത് നമ്മൾ പറയുന്നൊരു വാക്ക് തെറ്റിപ്പോയാൽ, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മളെ വിടാതെ പിന്തുടരും. വാക്കുകൾ എത്ര സൂക്ഷിച്ചുപയോഗിക്കണമെന്നാണ് അദ്ദേഹം ഇതിലൂടെ പഠിപ്പിച്ചത്. അനന്തരവന്റെ നീചമായ വഞ്ചന, അഹികാരനെതിരായ ഗൂഢാലോചന. പക്ഷേ ഇവിടെയാണ് കഥയിലൊരു വലിയ ട്വിസ്റ്റ് വരുന്നത്, ഒരു ദുരന്തം. ഇത്രയൊക്കെ സ്നേഹവും അറിവും കിട്ടിയിട്ടും നാഥാന്റെ മനസ്സിൽ വളർന്നത് നന്ദിയായിരുന്നില്ല, പകരം അമ്മാവനോടുള്ള അസൂയയും വെറുപ്പുമായിരുന്നു. അവസാനം തന്നെ സ്വന്തം മകനെപ്പോലെ വളർത്തിയ ആ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ അവനൊരു ഭീകരമായ പദ്ധതി തയ്യാറാക്കി. അവന്റെ പദ്ധതി വളരെ സൂക്ഷ്മവും ക്രൂരവുമായിരുന്നു. അവൻ 3 വ്യാജ കത്തുകളുണ്ടാക്കി. ഒന്നാമത്തത്, അഹികാർ അസീറിയയെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പേർഷ്യൻ രാജാവിനൊരു കത്തെഴുതി. രണ്ടാമത്തത്, ഇതേ കാര്യം പറഞ്ഞ് ഈജിപ്തിലെ ഫറവോയ്ക്ക് മറ്റൊരു കത്തെഴുതി. മൂന്നാമത്തത്, വിദേശ പ്രതിനിധികളുടെ മുന്നിലൊരു പ്രകടനം നടത്താനായി ഒരു വ്യാജയുദ്ധം നടത്താൻ അഹികാരനോട് ആവശ്യപ്പെട്ടുകൊണ്ട് രാജാവിന്റെ പേരിൽ ഒരു കത്തുകൂടി തയ്യാറാക്കി. കണ്ടില്ലേ, എല്ലാ ഭാഗത്തു നിന്നും അഹികാരനെ കുടുക്കാനുള്ള ഒരു കെണിയായിരുന്നു അത്, ഒരു രക്ഷയുമില്ലാത്ത കെണി. സംഭവിച്ചത് അതുതന്നെയാണ്. രാജാവ് കത്തുകൾ കണ്ടു, പൂർണ്ണമായും വിശ്വസിച്ചു. നാഥാന്റെ പ്ലാൻ അനുസരിച്ച് അഹികാർ ഒരുക്കിയ ആ പ്രകടന യുദ്ധം യഥാർത്ഥത്തിൽ ഒരു രാജ്യദ്രോഹത്തിന്റെ ഭാഗമാണെന്ന് രാജാവ് ഉറപ്പിച്ചു. കോപം കൊണ്ട് വിറച്ച രാജാവ് ഒട്ടും താമസിച്ചില്ല. അഹികാറിനെ ഉടൻ വധിക്കാൻ ഉത്തരവിട്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ നിമിഷം തെളിവുകളെല്ലാം തനിക്കെതിരെ. താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും അവസരം കിട്ടാതെ അഹികാർ ആ കൊലക്കയറിന് മുന്നിൽ നിന്നു. പക്ഷേ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അഹികാരന്റെ ബുദ്ധി പ്രവർത്തിച്ചു. തന്നെ കൊല്ലാൻ വന്ന അബൂ സമിക് എന്ന വാൾക്കാരനോട് അദ്ദേഹം പഴയൊരു കാര്യം ഓർമ്മിപ്പിച്ചു. പണ്ട് താൻ അയാളുടെ ജീവൻ രക്ഷിച്ച കാര്യം. എന്നിട്ടൊരു പദ്ധതി മുന്നോട്ടുവച്ചു.
തന്റെ വീടിനടിയിലൊരു രഹസ്യ നിലവറയുണ്ട്, അവിടെ തന്നെ ഒളിപ്പിക്കുക. എന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച മറ്റേതെങ്കിലും ഒരു അടിമയെ തനിക്ക് പകരമായി കൊന്ന് രാജാവിനെയും നാഥാനെയും തെറ്റിദ്ധരിപ്പിക്കുക. കണ്ടില്ലേ, പണ്ട് ചെയ്തൊരു നന്മ ഏറ്റവും വലിയ ആപത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു. അപകടത്തിലായ ഒരു രാജ്യം, ജ്ഞാനമില്ലാത്ത ജീവിതം. അപ്പോ എല്ലാവരും വിചാരിച്ചു അഹിക്കാർ മരിച്ചെന്ന്. പക്ഷേ അഹിക്കാരില്ലാതായതോടെ അസീറിയയുടെ പ്രതാപം തന്നെ ഇല്ലാതായി. ആ ജ്ഞാനത്തിന്റെ അഭാവം രാജ്യത്തെ ആകെ ബാധിച്ചു. പുതിയ ഉപദേശകനായ നാഥാനാണെങ്കിൽ ക്രൂരനും ഒരുപാട് പണം ധൂർത്തടിക്കുന്നവരും. ഒരു രാജ്യത്തിന് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയെ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുമോ അത് അസീറിയയിൽ സംഭവിച്ചു. അങ്ങനെയിരിക്കുമ്പോഴാണ് ഈജിപ്തിലെ ഫറവോ അഹികാരിന്റെ മരണവാർത്ത കേൾക്കുന്നത്. അദ്ദേഹം അസീറിയയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു വെല്ലുവിളി അഴിച്ചു. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു കോട്ട പണിയാൻ കഴിവുള്ള ഒരു ജ്ഞാനിയെ ഇങ്ങോട്ടയക്കുക, അല്ലെങ്കിൽ 3 വർഷത്തെ നികുതി ഇങ്ങോട്ട് തരണം. ഇതൊരു സാധാ വെല്ലുവിളിയല്ല. അസീറിയയെ കളിയാക്കുകയായിരുന്നു ഫറവോ. അഹികാറില്ലാത്തതുകൊണ്ട് ആർക്കും അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. രാജാവും കൊട്ടാരവും ആകെ വിഷമത്തിലായി. അപ്പോഴാണ് സെനാട്രിബ് രാജാവ് തന്റെ നഷ്ടം എത്ര വലുതാണെന്ന് ശരിക്കും തിരിച്ചറിയുന്നത്. അദ്ദേഹം വിലപിച്ചു, അയ്യോ അഹികാർ, എന്റെ രാജ്യത്തിന്റെ ഗുരുവായിരുന്നല്ലോ നീ. നിന്നെപ്പോലൊരാളെ ഞാനിനി എവിടെ കണ്ടെത്തും? എന്റെ കൈകൾ കൊണ്ട് തന്നെയാണല്ലോ ഞാൻ നിന്നെ ഇല്ലാതാക്കിയത്. നാഥാനെ വിശ്വസിച്ച് താൻ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. അത് വെറുമൊരു സങ്കടമായിരുന്നില്ല, സ്വന്തം പ്രവൃത്തി കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ അപകടത്തിലാക്കിയതിന്റെ ആഴത്തിലുള്ള കുറ്റബോധമായിരുന്നു അത്. ജ്ഞാനിയുടെ ഗംഭീരമായ തിരിച്ചുവരവ്, അസാധ്യമായ കടങ്കഥകൾക്ക് പരിഹാരം. രാജാവ് ഇങ്ങനെ നിസ്സഹായനായിരിക്കുമ്പോഴാണ് ആ സത്യം പുറത്തുവരുന്നത്. വാൾക്കാരനായ അബുസമ്മിക് രാജാവിനോടെല്ലാം തുറന്നു പറഞ്ഞു. അഹികാർ മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവനോടെയുണ്ട്. അങ്ങനെ ആ നിലവറയിലെ ഇരുട്ടിൽ നിന്ന് ശരീരം ക്ഷീണിച്ചെങ്കിലും കണ്ണുകളിൽ അതേ ജ്ഞാനത്തിന്റെ തിളക്കവുമായി അഹികാർ തന്റെ രാജ്യത്തെ രക്ഷിക്കാൻ വീണ്ടും അവതരിച്ചു. ഫറവോയുടെ ആദ്യത്തെ വെല്ലുവിളിക്ക്, ആകാശത്തിലെ കോട്ടയ്ക്ക് അഹികാർ കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു. അദ്ദേഹം 2 കുട്ടികളെ വലിയ കഴുകന്മാരുടെ പുറത്തു കയറി യാത്ര ചെയ്യാൻ പഠിപ്പിച്ചു. എന്നിട്ട് ആ കഴുകന്മാരുടെ കാലിൽ നീളമുള്ള കയറുകൾ കെട്ടി ആകാശത്തേക്ക് പറത്തി. മുകളിലെത്തിയപ്പോൾ ആ കുട്ടികൾ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, കോട്ട പണിയാനുള്ള കല്ലും മണ്ണും ഇങ്ങോട്ട് താ. കണ്ടില്ലേ, ഒരു വിഡ്ഢിച്ചോദ്യത്തിന് അതേപോലെ ഒരു മറുപടി. ആ ചോദ്യം എത്രത്തോളം അർത്ഥമില്ലാത്തതാണെന്ന് അഹികാർ ഫറവോയെ കാണിച്ചുകൊടുത്തു. ആദ്യത്തെ പരീക്ഷയിൽ ജയിച്ചെങ്കിലും ഫറവോ വിട്ടുകൊടുത്തില്ല. അടുത്ത ചോദ്യം വന്നു, ഞാൻ ആരെപ്പോലെയാണ്? എന്റെ കൂടെയുള്ള പ്രഭുക്കന്മാർ ആരെപ്പോലെയാണ്? ഇതൊരു സാധാരണ ചോദ്യമല്ല, വാക്കുകൾ കൊണ്ടുള്ള ഒരു കെണിയാണ്. പറയുന്ന മറുപടി ഫറവോക്ക് ഇഷ്ടമായില്ലെങ്കിൽ തീർന്നു. അഹികാർ ഇതിനെ എങ്ങനെ നേരിടും? അഹികാറിന്റെ ഉത്തരങ്ങൾ അതിഗംഭീരമായിരുന്നു. അദ്ദേഹം 3 ദിവസം കൊണ്ട് 3 ഉത്തരങ്ങൾ നൽകി. 1-ാം ദിവസം പറഞ്ഞു, അങ്ങ് ബെൽ എന്ന ദൈവത്തെപ്പോലെയും പ്രഭുക്കന്മാർ അതിലെ പൂജാരിമാരെപ്പോലെയുമാണ്. 2-ാം ദിവസം അങ്ങ് സൂര്യനെപ്പോലെയും അവർ അതിന്റെ രശ്മികളെപ്പോലെയുമാണ്. 3-ാം ദിവസം അങ്ങ് ചന്ദ്രനെപ്പോലെയും അവർ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെപ്പോലെയുമാണ്. കണ്ടില്ലേ, ഫറവോയെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാക്കി പുകഴ്ത്തുന്ന മറുപടികൾ. ഫറവോയുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തി, അതേസമയം തന്റെ ബുദ്ധിശക്തി തെളിയിക്കുകയും ചെയ്തു. പക്ഷേ ഫറവോയുടെ കയ്യിൽ ഒരവസാന ചോദ്യം കൂടി ഉണ്ടായിരുന്നു, ഏറ്റവും അപകടം പിടിച്ച ചോദ്യം. അപ്പോ നിന്റെ രാജാവായ സെനാട്രിബ് ആരെപ്പോലെയാണ്? ഇതായിരുന്നു യഥാർത്ഥ കെണി. തന്റെ രാജാവിനെ ഫറവോനേക്കാൾ വലുതായി ചിത്രീകരിച്ചാൽ ഫറവോക്കതിഷ്ടപ്പെടില്ല. എന്നാൽ ചെറുതാക്കി കാണിച്ചാൽ അത് സ്വന്തം രാജ്യത്തോടുള്ള അപമാനമാകും. ഒരു വാക്ക് പിഴച്ചാൽ മതി, എല്ലാം തീരം. അഗക്കാരന്റെ മറുപടി ഇതായിരുന്നു, എന്റെ യജമാനൻ സ്വർഗ്ഗത്തിലെ ദൈവമാണ്. അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാർ ഇടിമിന്നലും കൊടുങ്കാറ്റുമാണ്. അദ്ദേഹം ഒന്ന് കൽപ്പിച്ചാൽ മനോഹരമായ ഏപ്രിൽ മാസത്തെപ്പോലും ചവിട്ടിമെതിക്കാനും അതിലെ പൂക്കളെയും വീടുകളെയും നശിപ്പിക്കാനും കഴിയും. എന്തൊരു കിടിലൻ മറുപടി! ഫറോയെ ഭംഗിയുള്ള ഏപ്രിൽ മാസത്തോട് ഉപമിച്ചു. അതൊരു പ്രശംസയാണ്. എന്നാൽ തന്റെ രാജാവിനെ അതിനേക്കാൾ വലിയ ശക്തിയായി, ആ മാസത്തെപ്പോലും നിയന്ത്രിക്കുന്ന പ്രകൃതിശക്തിയായി ഉയർത്തി. ഫറോയെ നേരിട്ട് അപമാനിച്ചില്ല, എന്നാൽ തന്റെ രാജാവിന്റെ സ്ഥാനം അതിനും മുകളിലാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. വിഡ്ഢിത്തത്തിന്റെ വില, നാഥാന്റെ വിധി. അങ്ങനെ ഫറവോയെ തോൽപ്പിച്ച് 3 വർഷത്തെ നികുതിപ്പണവും വാങ്ങി അഹികാർ വിജയശ്രീലാളിതനായി അസീറിയയിലേക്ക് മടങ്ങിവന്നു. രാജ്യത്തിന്റെ അഭിമാനം വീണ്ടെടുത്തു. തിരിച്ചെത്തിയപ്പോൾ സന്തോഷവാനായ രാജാവിനോട് അദ്ദേഹം ഒരൊറ്റ കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, നാഥാനെ എനിക്ക് വിട്ടുതരിക. നാഥാനെ മുന്നിൽ നിർത്തി അഹികാർ പറഞ്ഞു, എന്റെ കുട്ടി, നീ എനിക്ക് ചാണകക്കുഴിയിൽ വെച്ചൊരു കെണി പോലെയായിരുന്നു. ആ കെണി ഒരു വാനമ്പാടിയ കഴുത്തിൽ പിടികൂടി. അഹികാർ അവനെ അടിക്കുകയോ കൊല്ലുകയോ ചെയ്തില്ല. പകരം
അവൻ ചെയ്ത നന്ദികേടിന്റെയും വിഡ്ഢിത്തത്തിന്റെയും ആഴം കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് ഉപമകൾ പറഞ്ഞു. ശരിക്കും വാളുകൊണ്ടുള്ള ശിക്ഷയേക്കാൾ ഭീകരമായിരുന്നു ആ വാക്കുകൾ കൊണ്ടുള്ള വിചാരണ. അമ്മാവന്റെ ആ വാക്കുകൾ കേട്ട് താൻ ചെയ്ത തെറ്റുകളുടെ ഭീകരത മനസ്സിലാക്കിയപ്പോൾ നാഥാനു സംഭവിച്ചത് വളരെ വിചിത്രമായ ഒന്നാണ്. അവന്റെ ശരീരം പെട്ടെന്ന് വീർക്കാൻ തുടങ്ങി. വയറു പിളർന്ന് അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അതായത് സ്വന്തം തിന്മയുടെ ഭാരം താങ്ങാനാവാതെ അവൻ സ്വയം നശിച്ചുപോയി. അഹികാറിന്റെ വാക്കുകൾ ഒരു കണ്ണാടി പോലെ അവന്റെ ദുഷ്ടതയെ അവന് മുന്നിൽ കാണിച്ചു കൊടുത്തു. ആ സത്യം ഉൾക്കൊള്ളാൻ അവന്റെ ശരീരത്തിനു പോലും കഴിഞ്ഞില്ല. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നാശത്തിൽ അവസാനിക്കുന്നൊരു പാഠം ശരിക്കും ഒരു പാഠമായി കണക്കാക്കാൻ പറ്റുമോ? ഈ കഥ നമ്മളോട് ജ്ഞാനത്തെക്കുറിച്ചും വഞ്ചനയെക്കുറിച്ചും നീതിയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവസാനം നാഥാൻ സ്വയം നശിക്കുകയാണ് ചെയ്തത്. അപ്പോ ക്ഷമയാണോ അതോ പ്രതികാരമാണോ ശരിയായ നീതി? തിന്മയുടെ അവസാനം എപ്പോഴും നാശം തന്നെയാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്കായി വിടുന്നു. ചിന്തിക്കുക.